ഗുഡ് മോർണിംഗ് ടു ആൾ. അപ്പോൾ നമ്മൾ ഇന്നലത്തെ കഥയാണ് പറഞ്ഞു നിർത്തിയത് അല്ലേ. ഇവാനും നിക്കോളാസും തമ്മിലുള്ള കഥയാണ്. ഇവൻ അവൻ്റെ ബ്രദറായിട്ടുള്ള നിക്കോളയെ കുറിച്ചിട്ടുള്ള കഥയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. പിന്നെ അതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, I left my brother early the next morning and from that time on I found it impossible to live in town. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ഇവാൻ സഹോദരനോട്, അതായത് നിക്കോളോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ അന്ന് മുതൽ ഇവാന് ഒരു ടൗണിൽ താമസിക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം ഇത്രയും നല്ലൊരു സ്ഥലത്ത് നിന്ന് പോയിട്ട്, അതായത് നിക്കോളയുടെ നല്ല ശാന്തമായിട്ടുള്ള ആ കാം ആൻഡ് ക്വയറ്റ് പ്ലേസിൽ നിന്ന് ഒരു ടൗണിൽ താമസിക്കുക എന്ന് പറയുന്നത് അവന് വളരെയധികം ഇമ്പോസിബിളായിട്ട് തോന്നി. ദ പീസ് ആൻഡ് ക്വയറ്റ് ഓഫ് ഇറ്റ് ഒപ്രസ് മീ. അപ്പോൾ അവിടുത്തെ പീസ് ആൻഡ് ക്വയറ്റ്, അതായത് അവിടുത്തെ ശാന്തി സമാധാനമൊക്കെ അവനിങ്ങനെ ഒരുമാതിരി എന്താക്കിയെന്നാണ് പറയുന്നത്, ഒപ്രസ്, അതായത് അവനെ ഒരു ഞെരുക്കി എന്ന് പറയില്ലേ, അതന്നെ. അപ്പോൾ അവന് നിക്കോളയുടെ സ്ഥലത്തുണ്ടായിരുന്ന ശാന്തി സമാധാനമൊക്കെ ഇവനിങ്ങനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നു. ഐ ഡെയർ നോട്ട് ലുക്ക് ഇൻ അറ്റ് ദ വിൻഡോസ്. ജനലൊന്ന് തുറന്ന് പുറത്തേക്ക് നോക്കാൻ പോലും അദ്ദേഹത്തിന് തോന്നിയില്ല. കാരണം എന്താണ്, for nothing is more dreadful to see than the sight of a happy family sitting round a table having tea. അപ്പോൾ പുറത്തേക്ക് നോക്കി എന്താ കാണുന്നത്, ഒരു മേശയ്ക്ക് ചുറ്റിയിരുന്നിട്ട് കാപ്പി കുടിക്കുന്ന ഒരു നല്ലൊരു ഹാപ്പി ഫാമിലിയേക്കാൾ നല്ലതല്ലാത്ത കാഴ്ചയൊന്നും അയാൾക്ക് കാണാണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ഐ ആം ആൻ ഓൾഡ് മാൻ നൗ ആൻഡ് ആം നോ ഗുഡ് ഫോർ ദ സ്ട്രഗിൾ. ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്താണ്, ഇപ്പോൾ ഞാൻ വളരെയധികം വയസ്സായി തുടങ്ങി. ഇപ്പോൾ ഇനി അടിച്ചാൽ എനിക്കൊന്നും കഷ്ടപ്പെടാൻ, നിക്കോള ചെയ്ത പോലെ അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കാനും എന്നെക്കൊണ്ട് ഇനി സാധിക്കില്ല. ഐ കമൻസ് ലേറ്റ് ഐ ക്യാൻ only grieve within my soul and fret and sulk. At night my heart buzzes with the rush of my thoughts and I cannot sleep if I were young. അപ്പോൾ എന്താ പറയുന്നത്, ഇനി വെച്ചാൽ എനിക്ക് അതേപോലെ ഒന്ന് കഷ്ടപ്പെട്ടിട്ട് അതേപോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാനും സാധിക്കില്ല. വൈകിയാണ് അയാൾക്ക് ഇങ്ങനൊരു ചിന്ത തോന്നിയത്. അപ്പോൾ അയാളോട് തന്നെ സ്വയം ഒരു സിമ്പതി തോന്നുകയാണ്, അതോടൊപ്പം ദേഷ്യം തോന്നുകയാണ്. കാരണം എന്താണ്, ഈ തലയിൽ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ അലട്ടിയിട്ട്. അറ്റ് നൈറ്റ് മൈ ഹെഡ് ബസ്സസ് വിത്ത് ദ റഷ് ഓഫ് മൈ തോട്ട്സ്. ഒരുപാട് ചിന്തകൾ അവൻ്റെ തലയിൽ കൂടെ ഇങ്ങനെ ഇതാവുക. കാരണം അയാൾക്ക് അന്ന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അയാൾ പിന്നെയും ഖേദിക്കുകയാണ്. ആൻഡ് ഐ കാനോട്ട് സ്ലീപ്പ്. ഇഫ് ഐ വർ യങ്, ഞാൻ വയസ്സായതിൽ എനിക്ക് വളരെയധികം സങ്കടമുണ്ട്, എനിക്ക് എന്നെക്കൊണ്ട് ഇനി ഒന്നിനും സാധിക്കില്ലല്ലോ എന്ന് സ്വയം ചിന്തിക്കുകയാണ്. കാരണം നിക്കോളോ അവൻ്റെ സന്തോഷത്തിൻ്റെ പിന്നാലെ പോയത് കൊണ്ട് തന്നെ അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു അവൻ്റെ ചെറുപ്പം മുതൽ തന്നെ അവൻ അങ്ങനെയാണ് ജീവിച്ചിരുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ അവൻ്റേതായ രീതിയിൽ സന്തോഷം കണ്ടെത്താൻ സാധിച്ചു. പക്ഷേ എനിക്കാണെങ്കിൽ എന്താണ്, എനിക്ക് ഇനിയാണെങ്കിൽ അവിടെ പോയി താമസത്തിന് ശേഷം അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇഷ്ടം. പക്ഷേ ഇനി അങ്ങനൊരു ലൈഫിലേക്ക് എനിക്ക് പോകാൻ സാധിക്കില്ല. കാരണം എനിക്കിപ്പോൾ വയസ്സായി, എനിക്കിനി അതേപോലെ ഒന്നും ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ ആ കഥ പറയുകയാണല്ലേ നമ്മൾ. ഇവാൻ്റെ ബ്രദറായിട്ടുള്ള നിക്കോളയെ കുറിച്ചുള്ള കഥ ആരോടാ പറയുന്നത്, ബർക്കിൻ, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ബർക്കിനും പിന്നെ അലിയോക്കിനോടും കൂടിയിട്ടാണ് പറയുന്നത്. ഇവാനിഷ്, ഇപ്പോൾ കഥ കഴിഞ്ഞു കേട്ടോ. ഇവാനിഷ് വാക്ക്ഡ് എക്സൈറ്റ്ലി അപ്പ് ആൻഡ് ഡൗൺ ദ റൂം ആൻഡ് റിപ്പീറ്റഡ് ഇഫ് ഐ വർ യങ്. ഹി സഡൻലി വാക്ക് അപ്പ് ടു അലിയോക്കിൻ ആൻഡ് ഷൂക്ക് ഹിം ഫസ്റ്റ് ബൈ വൺ ഹാൻഡ് ആൻഡ് then by the other. അപ്പോൾ എന്താ ചെയ്ത്, ഇവാൻ സഡൻലി ഷൂക്ക് ദ ഹാൻഡ്സ് ഓഫ് അലിയോക്കിൻ. ഇവാൻ പെട്ടെന്ന് വന്നിട്ട് ഈ അലിയോക്കിൻ്റെ കൈ പിടിച്ച് തന്നെ കുലുക്കിയിട്ട് പറയാണ്, ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്, ഞാനൊരിക്കലും സംതൃപ്തനല്ല. ആൻഡ് പാവൽ കൗൺസ്റ്റാനിച്ച് he said in a voice of entreaty, don't be satisfied, don't let yourself be lulled to sleep while you are young, strong, wealthy. Do not cease to do good. Happiness does not exist, nor should it, and if there is any meaning or purpose in life, they are not in our peddling life a little happiness, but in something reasonable and grand. Do good. അപ്പോൾ എന്താ പറയുന്നത്, അപ്പോൾ ഈ ഇവാൻ അലിയോക്കിൻ്റെ കൈ പിടിച്ചിട്ട് പറയുകയാണ്, ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്, ഞാൻ ഒരിക്കലും സംതൃപ്തനല്ല, എനിക്ക് ഉറങ്ങാനും സാധിക്കുന്നില്ല. അപ്പോൾ എന്താ ഇദ്ദേഹം പറയുകയാണ്, ഇവാൻ അലിയോക്കിനോട് പറയുകയാണ്, ഒരാൾ വളരെ യങ്ങും അതേപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്ന സമയത്ത് അയാൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഒരിക്കലും നമ്മൾ തടയരുത്. അവൻ്റെ സന്തോഷത്തിന് എന്താണെങ്കിൽ ചെയ്തോട്ടെ, അതിനെ നമ്മളത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും വിലക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. നമ്മളുടെ ജീവിതത്തിന് എന്തെങ്കിലും, ആൻഡ് ഇഫ് ദർ ഈസ് എനി മീനിങ് ഓർ പർപ്പസ് ഇൻ ലൈഫ്, നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും അർത്ഥമോ ലക്ഷ്യമോ ഉണ്ടെങ്കിൽ അത് നമുക്ക് സന്തോഷം
ഇല്ലാതാക്കുന്നതിലല്ല. നോക്കൂ, ദേ ആർ നോട്ട് ഇൻ അവർ പെഡ്ലിംഗ് ലിറ്റിൽ ഹാപ്പിനെസ്. നമ്മളുടെ സന്തോഷം ഇല്ലാതാക്കുന്നതിലല്ല, അതായത് സന്തോഷം വിൽക്കുന്നതിലല്ല, മറിച്ച് എന്തൊക്കെയാണ്, മറിച്ച് ബട്ട് ഇൻ സംതിങ് റീസണബിൾ ആൻഡ് ഗ്രാൻഡ് ഡു ഗുഡ്. പക്ഷേ എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ, നല്ല ഉചിതമായിട്ടുള്ള കാര്യങ്ങളിലാണ് നമുക്കുള്ളത് സന്തോഷം കിട്ടുന്നത് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഡു ഗുഡ്, നല്ലത് മാത്രം ചെയ്യുക. നമ്മൾ പണ്ട് കാലത്ത് ആൾക്കാർക്ക് എന്താണോ ഇഷ്ടമുള്ള കാര്യങ്ങൾ അതിനെ ഒരിക്കലും നമ്മൾ തടയാതെ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ, അതിനെ ഒരിക്കലും നമ്മൾ തടയരുത് എന്നാണ് പറയുന്നത്. ആൻഡ് then they all three sat in different corners of the drawing room and were silent. ഈ കഥയൊക്കെ കേട്ടിട്ട് എന്താണ്, അവർ 3 പേരും മുറിയുടെ 3 കോർണറുകളിലായിട്ട് മിണ്ടാതിരിക്കുകയായിരുന്നു. ഇവാനിച്ച് സ്റ്റോറി ഹാഡ് സാറ്റിസ്ഫൈഡ് നൈദർ ബർക്കിൻ ഓർ അലിയോക്കിൻ. ഈ ഇവാനിച്ചിൻ്റെ കഥ അലിയോക്കിനോ ബർക്കിനോ ഇഷ്ടമുണ്ടായില്ല കഥ, അതൊന്നും അവർക്ക് ഇഷ്ടമായില്ല കഥ. ഇറ്റ് വാസ് ടെഡിയസ് ടു ഹിയർ ദ സ്റ്റോറി ഓഫ് എ മിസറബിൾ ഒഫീഷ്യൽസ് who ate gooseberries. Somehow they had a longing of to hear and to speak of charming people and of women. അപ്പോൾ എന്താ പറയുന്നത്, ഈ ഒരു സാധാരണ ഒരു മനുഷ്യൻ ഈ നെല്ലിക്ക കഴിക്കുന്ന കഥ ഒന്നും ഇവർക്ക് ഇഷ്ടമായില്ല. അവർക്ക് ആകെ കേൾക്കാൻ ഇഷ്ടമുള്ള കഥ എന്തായിരുന്നു, നല്ല അടിപൊളി ആണുങ്ങളുടെയും സ്ത്രീകളുടെയൊക്കെ കഥകൾ, ഇങ്ങനെ നല്ല കഥകൾ കേൾക്കാനായിരുന്നു അവർക്ക് ഇഷ്ടം. അവർ അങ്ങനത്തെ വല്ല കഥകളും കേൾക്കുന്നതാണെന്ന് വിചാരിച്ചത്. ആൻഡ് ദ mere fact of sitting in the drawing room and was much better than any story. എന്താ പറയുക, അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾക്ക് ഈ ഡ്രോയിങ് റൂമിൽ ആൻഡ് ദ മിയർ ഫാക്ട് ഓഫ് സിറ്റിംഗ് ഇൻ ദ ഡ്രോയിങ് റൂം, ഈ ഡ്രോയിങ് റൂമിലുള്ള വെറുതെ ഇരിക്കുന്നത് തന്നെ മച്ച് ബെറ്റർ ദാൻ എനി സ്റ്റോറി, മറ്റുള്ള ഏതൊരു കഥകളേക്കാൾ നല്ലതായിരുന്നു എന്നാണ് പറയുന്നത്. Alyoshin wanted very much to go to but he had to get up for his work very early, about 2 in the morning, and now his eyes were closing. അപ്പോൾ എന്താ, ഇപ്പോൾ അലിയോക്കിന് ഉറങ്ങണമെന്നുണ്ടായിരുന്നു. അലിയോക്കിൻ സെഡ് ഗുഡ് നൈറ്റ് ആൻഡ് Alyoshin wanted very much to go to bed. He had to get up for his work very early, about 2 in the morning, and now his eyes were closing. ഇങ്ങനെ ഉറക്കം വരുന്നുണ്ട് അദ്ദേഹത്തിന്. However, it's time to go to bed, said Birkin, getting up. I will wish you good night. Alyoshin said good night and went downstairs and left his guest. Each had a large room with an old wooden bed and carved ornaments. Ivanich undressed in silence and lay down. അപ്പോൾ എന്താ പറയുന്നത്, അവർക്കൊക്കെ എല്ലാവർക്കും ഉറങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2 മണി അയാൾക്ക് അലിയോക്കിന് പെട്ടെന്ന് ഉറങ്ങണം, കാരണം അയാൾക്ക് 2 മണിക്കൊക്കെ നീച്ചിട്ട് തൻ്റെ ജോലികൾക്ക് വേണ്ടിയിട്ട് ഉണരണമായിരുന്നു. അതുകൊണ്ട് അയാൾ വേഗം ഉറങ്ങാൻ പോയി. അയാൾക്ക് ബർക്കിനും അതേ ഉറങ്ങാനുള്ള സമയമായതുകൊണ്ട് നമ്മളെ ഇവാനോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് പോയി. അപ്പോൾ അലിയോക്കിനും തൻ്റെ ഗസ്റ്റുകളോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് താഴത്തെ നിലയിലേക്ക് പോയി. അപ്പോൾ ഓരോരുത്തർക്കും നല്ല വലിയ വലിയ റൂമുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഈച്ച് ഹാഡ് എ ലാർജ് റൂം വിത്ത് ആൻ ഓൾഡ് വുഡ് ആൻഡ് ബേർഡ് ആൻഡ് കാവ്ഡ് ഓർണമെൻറ്റ്സ്. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും വലിയ മരത്തിൻ്റെ കട്ടിലും അതേപോലെ തന്നെ വളരെ ഡെക്കറേറ്റഡ് ചെയ്തിട്ടുള്ള വലിയ വലിയ മുറികളുമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ഇവാനിഷ് ഡ്രസ്ഡ് ഇൻ സൈലൻസ് ആൻഡ് ലേ ഡൗൺ. അപ്പോൾ അവരൊക്കെ ഡ്രസ്സൊക്കെ ഇവാൻ എന്ത് ചെയ്തു, ഒന്നും മിണ്ടാതെ ഡ്രസ്സൊക്കെ മാറി കിടന്നു. And Ivanich, okay, good God, forgive me, a wicked sinner, he murmured, and he drew the clothes over his head. The rain beat against the windows all night long, abridged. അപ്പോൾ എന്താ പറയണ്ടേ, അപ്പം അങ്ങനെ ആ ഡ്രസ്സ് വസ്ത്രം തലയിലേക്ക് ഇങ്ങനെ വലിച്ചിടുക, അതായത് പുതപ്പ് തലയിൽ കൂടെ ഇടുക എന്ന് പറയില്ല, അങ്ങനെ ഇട്ടിട്ട് അയാൾ ദൈവത്തിനോട് ഇങ്ങനെ ബെഗ് ചെയ്യായിരുന്നു, അപേക്ഷിക്കുകയായിരുന്നു. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അപേക്ഷിക്കുകയായിരുന്നു, ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മർമേഡ് പറയില്ല, നമ്മളിങ്ങനെ പെറുപിറുക്കുകയായിരുന്നു എന്ന് ദൈവത്തിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു. ആൻഡ് ദ ട്രെയിൻ ബീറ്റ് അഗെയിൻസ്റ്റ് ദ വിൻഡോസ് ഓൾ നൈറ്റ് ലോങ്. അപ്പോൾ എന്താ, പുറത്ത് നന്നായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ കഥ അവസാനിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും അവരുടേതായ രീതിയിൽ സന്തോഷം കണ്ടെത്തുമ്പോൾ അതിനെ ആരും തടയരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇവാൻ്റെ ബ്രദറായിട്ടുള്ള നിക്കോളോസ് സന്തോഷം കണ്ടത് വേറെ രീതിയിലാണ്. അപ്പോൾ അതിനെ നമ്മൾ തുടക്കത്തിൽ എല്ലാവരും എതിർത്തു. പക്ഷേ അദ്ദേഹം കണ്ട ആ ഒരു സ്വപ്നം, അതായത് നല്ല വർക്ക് ഹാർഡ് ചെയ്തിട്ടും പിസ്കത്തരം കാട്ടിയിട്ടൊക്കെ ആയിട്ട് അദ്ദേഹം അത് യാഥാർത്ഥ്യമാക്കി. അപ്പോൾ ഇവാന് സങ്കടം വരികയാണ്. അദ്ദേഹത്തിൻ്റെ സന്തോഷം കണ്ടെത്തി, പക്ഷെ നമുക്കൊന്നും അതിന് സാധിച്ചില്ല. ഇപ്പോഴാച്ചാൽ ഇനി അതിന് സാധിക്കില്ല, കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ വയസ്സായി, ഇപ്പോൾ ഒന്നും ഹാർഡ് വർക്ക് ചെയ്യാനൊന്നുമുള്ള ശേഷിയില്ല. അപ്പോൾ അതാ പറയുന്നത്, ആർക്കാണോ നമ്മൾ യങ് ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് പൈസയുള്ള സമയത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തോട്ടെ, അതിനൊരിക്കലും തടയരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ഡേ ഇതിൻ്റെ നോട്ട് തരാം കേട്ടോ.